മോന്റെ ഭാര്യ അവിടെ ഉണ്ടോ? വീട്ടിലുണ്ടോ? കൊറേ ആയില്ലേ കാണാത്ത. ഇവിടെ ഞാനിപ്പോ അങ്ങോട്ട് വരാറില്ല. മൂപ്പര് വീണത് കൊണ്ട് തീരെ സുഖമില്ലാത്തോണ്ട് അങ്ങോട്ടൊന്നും വരാനും പറ്റാറില്ല. തീരെ സമയമില്ല, തീരെ ടൈമില്ല. എന്റെ ഹസ്ബൻഡിന് സുഖമില്ല. ഗേസ് വീണിട്ട് കാല് പ്ലാസ്റ്റർ ഇട്ടിട്ടാണുള്ളത്. അദ്ദേഹത്തിനെ കാണാനാണ് ഇപ്പൊ അധികാളും വരുന്നത്. എല്ലാവരും വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാര്. മൂപ്പർക്ക് അതൊരു സന്തോഷാണ്. ആൾക്കാരൊക്കെ കാണുമ്പോ വലിയ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് പിന്നെ പഴം ഇതിൽ തന്നെ ഇങ്ങനെ വെക്കാം. ആവശ്യമുള്ള കഴിക്കാലോ. കഴിക്കണേ എല്ലാവരും പഴം കേട്ടോ. അവിടെ കുറേ പഴം ഉണ്ട്, വെറുതെ വേസ്റ്റ് ആക്കണ്ട. അതുകൊണ്ട് എല്ലാവരും കഴിക്കും. നിങ്ങളോട് പറയുന്നത് ഇതെന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളാണ്. നമ്മളെ കാര്യമായ ആളാണ്. ഞാൻ പണ്ടേ ജനിച്ചു വളർന്ന എന്റെ വീടിന്റെ അടുത്തുള്ളൊരു ചേച്ചിയാണിത്. ഞങ്ങളെ ഭയങ്കര സ്വന്തം ചേച്ചിയെ പോലെ ആക്കിയത്. പണ്ടേ ഞങ്ങള് ഭയങ്കര ഇഷ്ടത്തിലാണ്. ഇപ്പൊ വീട് ഇവിടെ എന്റെ വീടിന്റെ കുറച്ചപ്പുറത്താ വീട്. പക്ഷെ കല്യാണം കഴിച്ചത് എന്റെ മേപ്പേര് എന്റെ വീടിന്റെ അടുത്താണ്. ഇതെന്റെ അനിയത്തിയാണ്. ഇവിടെ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ആങ്ങളെ എന്റെ ഏട്ടന്റെ ഭാര്യ വന്നപ്പോ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഏട്ടന്റെ ഭാര്യ അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്റെ അനിയത്തിക്ക് തൈറോയിഡിന്റെ ഒരു സർജറി ചെയ്തിട്ട് ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ അനിയത്തിയാണ്. ഞങ്ങൾക്ക് വേറെ വേറെ താമസമായോണ്ട് ആരും കാണൂല. അങ്ങനെ എപ്പോഴെങ്കിലും ഇതുപോലല്ലേ കാണാൻ പറ്റും. കോമഡിയായിട്ട് പിന്നെ എഴുത്തിന്റെ മോളും കൂടി ഉള്ളതുണ്ട്. അവള് ജോലി സ്ഥലത്താണ് ഇപ്പൊ വന്നത്. അതുകൊണ്ട് അവള് വീഡിയോ എടുത്ത് തരാന്ന് പറഞ്ഞോണ്ടൊരു സന്തോഷം. മറ്റേ ഞാൻ ഗെയ്സ് ഒറ്റയ്ക്കല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എന്റെ വീഡിയോ അത്ര ക്ലിയർ കിട്ടാറില്ല. പിന്നെ വെച്ചതാ ചായ. വെച്ചല്ലോ കുറച്ച് പോവാ. പിന്നെ എഡിറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല. ചായ കുടിക്കാട്ടോ എല്ലാവരും. ഇവിടെ നല്ല ബിസ്ക്കറ്റ് ഉണ്ട്. നല്ല എരിവുള്ള ബിസ്ക്കറ്റാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. ചായക്ക് കൂട്ടാൻ നല്ലതിന്. വൈകിട്ടത്തെ ചായക്കാണിത്. സൂപ്പർ. പഴമുണ്ട്, ചെറിയ പഴമുണ്ട്, മിക്സറുണ്ട്. ആർക്ക് എന്താ വേണ്ട എടുക്കാട്ടോ. വൈകുന്നേരമായി ചായന്റെ സമയമായിട്ടാ. നിങ്ങളെപ്പാ കാണാനറിയില്ല. അവര് കുടിച്ചോ ചായ.